ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പത്തനംമാറ്റിൻ്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയും നന്ദുവുമായുള്ള സൗഹൃദത്തിൽ അനാമിക കൂടുതൽ അസ്വസ്ഥയാവുകയാണ്. അത് കനകയെ വിളിച്ച് ഉടൻ തന്നെ അറിയിക്കുന്നുമുണ്ട് അനാമിക. അനിക്കും ഇപ്പോൾ അനാമികയെ ഒഴിവാക്കണമെന്ന് തന്നെയാണ് ആഗ്രഹവും. പിന്നീട് കനക വന്ന് ദേവയാനിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ആദർശും നയനയും ബെഡ്റൂമിൽ എങ്ങനെയാണെന്നും ഒക്കെ. ദേവയാനിക്ക് ആകെ ദേഷ്യം കയറുകയാണ്. ഇപ്പോൾ മരുമക്കളായാലും മക്കളായാലും അവരെ അറിയാൻ ബെഡ്റൂമിൽ ഒരു ഒളിഞ്ഞു നോക്കുന്നൊരു സ്വഭാവം എനിക്കില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കനകയെ അങ്ങ് ഇരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കനക പറഞ്ഞ് എനിക്കും അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നുമില്ല, പക്ഷേ ആദർശിൻ്റെയും നയനയുടെയും മുറിയിൽ അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് ദേവയാനി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇതുവരെയും ജീവിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അവർക്കൊരു കുഞ്ഞുണ്ടാകാനും പോകുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ദേവയാനി കനകയെ അറിയിക്കുകയാണ്. കനകയ്ക്ക് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ദേവയാനിക്കാകട്ടെ ആകെ ദേഷ്യവും. പിന്നീട് കാണിക്കുന്നത് മൂർത്തി മുത്തച്ഛൻ പൂജാരിയെ വിളിച്ച് അടിക്കടി പ്രശ്നങ്ങളും മറ്റുമാണല്ലോ അനന്തപുരിയിൽ. അങ്ങനെ ഒരു പൂജയ്ക്കായിട്ട് വിളിക്കുകയാണ്. അപ്പോൾ പൂജാരിയെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ആ ഞെട്ടിക്കുന്ന വിവരം പൂജാരി പറയുകയാണ്. മൂർത്തി മുത്തച്ഛൻ ആകെ ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അനിയുടെ വിവാഹം നടക്കുന്നതിൽ ഒരു വലിയ തടസ്സം ഉണ്ടെന്നാണ്, അത് നടക്കാൻ ബുദ്ധിമുട്ടാണെന്നുമാണ് പൂജാരി മുത്തച്ഛനെ അറിയിക്കുന്നത്. അത് നടക്കണമെങ്കിൽ ഒരുപാട് പൂജകൾ കുടുംബത്തുള്ളവർ ചെയ്യേണ്ടി വരും എന്നും പറയുന്നുണ്ട്. അതിൻ്റെ പരിഹാരമായിട്ട് ആദ്യം കുറച്ച് നെല്ല് കൊണ്ടുവരിക, അത് പൂജിച്ചു തരാം, എന്നിട്ട് അതുകൊണ്ട് പൂജാമുറിയിൽ വെക്കാൻ പറയുകയാണ്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ അത് മുളച്ചില്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ലെന്ന് പൂജാരി തറപ്പിച്ച് തന്നെ പറയുകയാണ്. ഇത് മുളയ്ക്കണം. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ജലജ ഇങ്ങനെ ഒരു പ്ലാൻ ഇടുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ആ നെല്ല് മുളയ്ക്കരുത്, അവൻ്റെ കല്യാണം നടക്കരുത്, അനിയുടെ കല്യാണം നടക്കരുത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. അതിപ്പം ഞാൻ മുളപ്പിച്ച് കാണിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പൂജാരി അത് നെല്ല് പൂജിച്ച് പൂജാമുറിയിൽ കൊണ്ടുവെക്കുകയാണ്. അതിനുശേഷം കുടുംബക്ഷേത്രത്തിൽ പോയി ചുമക്കളും ഭാര്യമാരും ഒക്കെ പ്രത്യേകം പൂജ ചെയ്യേണ്ടതായിട്ടും ഉണ്ടെന്ന് ഇങ്ങനെ പൂജാരി പറയുകയാണ്. അങ്ങനെ നെല്ല് കൊണ്ട് പൂജാമുറിയിൽ പൂജിക്കാനായിട്ട് വെക്കുന്നതും ജലജ കുറേ പ്ലാൻ ഇടുകയാണ്. അത് മുളയ്ക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ജലജ പതിയെ ആരുമില്ലാത്തൊരു സമയം നോക്കി പൂജാമുറിയിലേക്ക് ചെന്ന് ഒരു സ്പ്രേ എടുത്ത് ആ നെല്ലിനകത്ത് അങ്ങ് തളിക്കുകയാണ്. അപ്പോഴാണ് അനി വെള്ളം കുടിക്കാനായിട്ട് അടുക്കളയിലേക്ക് വെള്ളം എടുക്കാനായിട്ട് വരുന്നതും ഈ ജലജ ഇങ്ങനെ പമ്മി ഇങ്ങനെ പൂജാമുറിയിൽ കയറുന്നത് അനി കാണുന്നത്. അപ്പോൾ അനി മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ഒരിക്കലും പൂജാമുറിയിലേക്ക് വരാത്ത ജലജ ഇതിനിപ്പോൾ ഇങ്ങനെ പൂജാമുറിയിലോട്ട് ഇങ്ങനെ പാത്തും പതുങ്ങിയും പോകുന്നത്. അങ്ങനെ അനി അവിടെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അനി കാണുന്നത് ഒരു സ്പ്രേ എടുത്ത് ആ നെല്ലിനകത്ത് മൊത്തവും ഇങ്ങനെ അങ്ങ് അടിക്കുകയാണ് ജലജ, നെല്ല് മുളയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴനിക്ക് അന്നേരം കാര്യം മനസ്സിലാവുന്നുണ്ട്. അനിയപ്പോഴത്തേക്കിന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ആഹാ, ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമാണല്ലോ, എന്തായാലും അപ്പച്ചി ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് ആകെ അങ്ങ് സന്തോഷമാവുകയാണ്. എങ്ങനെയും കല്യാണം ഒന്ന് മുടങ്ങി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുവാണല്ലോ അനിയും. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അവരെല്ലാവരും ക്ഷേത്രത്തിൽ ചെന്ന് എത്തുന്നതാണ്. ആദർശും നയനയും അബിയും നവ്യയും അനിയും അനിയെ കെട്ടാനിരിക്കുന്ന പെണ്ണുമാണ് പൂജ ചെയ്യേണ്ടുന്നതെന്ന് പൂജാരി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ പൂജയ്ക്ക് പോകുകയാണ്. അങ്ങനെ ആ പൂജ നടത്തുകയാണ്. കൊച്ചുമക്കളും മരുമക്കളും മാലയിട്ട് വിളക്ക് വെച്ച് ആ വിളക്ക് ക്ഷേത്രകുളത്തിൽ ഒഴുക്കി വിടേണ്ടതാണ്. ആ വിളക്ക് എത്രത്തോളം ദൂരോട്ട് പോകുന്നുവോ, അണയാതെ ദൂരോട്ട് പോകുന്നുവോ അത്രയും ദോഷങ്ങൾ ഒഴിഞ്ഞു കിട്ടുമെന്നാണ് പൂജാരി മുത്തച്ഛനോട് പറഞ്ഞേക്കുന്നത്. മുത്തച്ഛനാണെങ്കിൽ മധുരയിൽ ജനിച്ച് വളർന്ന നല്ല കുടുംബ പാരമ്പര്യമുള്ള ഒരാളല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള പൂജാകർമ്മങ്ങളും ഒക്കെ മൂർത്തി മുത്തച്ഛന് ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഈ പൂജകളൊക്കെ ഇങ്ങനെ നടത്തുന്നതെന്ന് പൂജാരി ഇടയ്ക്ക് പറയുന്നുമുണ്ട്. അതിനായിട്ട് ആദർശിൻ്റെ അമ്മയാണ് പൂമാല എടുത്ത് ആദർശിൻ്റെ കയ്യിൽ കൊടുക്കേണ്ടത്. അത് നയനയ്ക്കും അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വേണം ഈ വിളക്കൊക്കെ കത്തിക്കാൻ. അപ്പോൾ ആ മാല എടുത്ത് കൊടുക്കുന്നതിൽ ദേവയാനിക്കൊരു കൊച്ചു കല്ലുകടിയൊക്കെ ഉണ്ട്. എന്നാലും ചെയ്തെങ്കിലല്ലേ പറ്റൂ. അങ്ങനെ നവ്യ ഗർഭിണിയായതിനാൽ നവ്യയും അഭിയും ഈ പൂജ ചെയ്യേണ്ടതില്ലെന്ന് പറയുകയാണ് പൂജാരി. പിന്നീട് അനിയെയും അനാമികയും വിളിക്കുകയാണ് പൂജ ചെയ്യാനായിട്ട്. അങ്ങനെ അവർ ഒരുമിച്ച് വിളക്ക് വെക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. നന്ദി, നമസ്കാരം.